അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ എന്തിനാണ് ഇന്ന് പതിവില്ലാതെ ഈ തലയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നതല്ലേ? വല്ലാത്ത ചോർച്ചയാണ് മക്കളെ, വല്ലാത്ത ചോർച്ച. രാമക്ഷേത്രം ചോരുകയാണെന്നാണ് പൂജാരി പറഞ്ഞത്. പക്ഷെ ക്ഷേത്ര സമിതി ട്രസ്റ്റ് അതിന് സമ്മതിക്കുന്നില്ല. പണി തീരാത്തത് കൊണ്ടാണ് ഇപ്പൊ ചോർച്ച എന്നാണ് ക്ഷേത്ര സമിതി ട്രസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ന്യായീകരണം. ഈ പണി തീരാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചോരുന്നത്. അപ്പൊ തലയിലും വെള്ളം വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കവറിട്ട് വന്നത്. എന്റെ രാമ ഭഗവാനെ, രാമക്ഷേത്ര ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടുള്ളൂ, അതിനുള്ളിൽ ചോർച്ച. എന്തൊക്കെ ദുശകനങ്ങളാണ് എന്റെ രാമ. അതിന്റെ വാസ്തു ശരിയാണോ എന്തോ? എന്റെ രാമ, നിന്നെ നീ തന്നെ കാത്തോണേ. അയോധ്യയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഈ മഴയത്ത് അങ്ങോട്ട് തകർന്നു. ധൃതി പിടിച്ച് ആ പരിസരത്തെ ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ച് അവരുടെ കൊച്ചു വീടുകളൊക്കെ തല്ലി തകർത്ത് അവരുടെ കുടുംബങ്ങളെ വഴിയാധാരമാക്കി. അവിടെ ഒരു ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു, ആ മസ്ജിദും പൊളിച്ച് അതിനു മീതെയാണ് ഈ രാമക്ഷേത്രം BJP കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അത് സാക്ഷാൽ രാമന് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അയോധ്യയിൽ തോറ്റ് തുന്നം പാടി BJP ആയിപ്പോയത്. രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള 4 പ്രധാനപ്പെട്ട റോഡുകളാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് തകർന്ന് തരിപ്പണമായത്. ഈ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡുകളെ ഭയങ്കര കുണ്ടും കുഴിയാത്രേ, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള സൗരോർജ വിളക്കുകളൊക്കെ ഉള്ള നല്ല റോഡാണത്ര ഇത്ര പെട്ടെന്ന് തകർന്ന് തരിപ്പണമായത്. ഈ മഴയത്ത് റോഡിലുണ്ടായ വലിയൊരു ഗർത്തത്തിലെ കാറ് വരെ വീണുപോയത്രേ. ശനിയാഴ്ച രാത്രി പെയ്ത ആ ഒരൊറ്റ മഴയിൽ അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയായ രാംപത്ത് എന്ന വഴിയിൽ വെള്ളക്കെട്ടാണത്രേ. ഈ റോഡുകളിലെ ഓടകളില്ലാത്തത് കൊണ്ട് ആ പെയ്ത മഴവെള്ളം മുഴുവൻ സമീപ പ്രദേശത്തെ വീടുകളിലേക്കാണ് അത്ര കയറിയത്. എന്താല്ലേ മോദി സർക്കാരിന്റെ വികസനം, ഭയങ്കരം തന്നെ. ഈ അയോധ്യയിൽ മാത്രമുള്ള ഈ സ്പെഷ്യൽ വികസനത്തിന്റെ ഈ ഒരു മാതൃക കണ്ടിട്ട് കൈയടിക്കാതെ പോവരുത് കേട്ടാ. അയോധ്യയിൽ പെയ്ത ആദ്യത്തെ മഴയിൽ തന്നെ നമ്മുടെ രാംലല്ലയുടെ ആ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തിയ ആ ശ്രീകോവിൽ തന്നെ ഫസ്റ്റ് ചോർന്നു അത്രേ. മറ്റാരുമല്ല ഇത് അറിയിച്ചിരിക്കുന്നത്, ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനാണ് ഇത് അറിയിച്ചത്. ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ വരെ പറഞ്ഞിട്ടുണ്ട്, ഈ 1ാം നിലയിൽ പെയ്ത മഴവെള്ളം താഴത്തേക്ക് കുത്തി ഒലിച്ച് ഈ ശ്രീകോവിലിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അത്രേ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാ? നമ്മുടെ മോദിജി അല്ലയോ? ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത്ര, അതിനു മുമ്പേ ഉദ്ഘാടനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് വോട്ട് തട്ടാനുള്ള BJPയുടെ ഒരു തന്ത്രമായിരുന്നു. പക്ഷെ രാമൻ ചതിച്ചു. അയോധ്യയും രാമക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJP 8 നിലയിലാണ് പൊട്ടിയത്. തങ്ങൾക്ക് ജീവിക്കാനായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്ന് അയോധ്യയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ കൊച്ചു പാർപ്പിടങ്ങൾ പോലും തല്ലി തകർത്തിട്ടാണ് BJP അവിടെ രാമക്ഷേത്രം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് 240 കോടി രൂപ ചെലവിട്ട് പണിത റെയിൽവേ സ്റ്റേഷന്റെ മതിൽ 20 മീറ്ററോളം നീളത്തിലാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. എന്റെ രാമൻ നിസാരക്കാരനല്ല, കളി തുടങ്ങി. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് അയോധ്യയിൽ തിരക്കിട്ട് നടത്തിയ ഇത്തരം നിർമ്മാണ പ്രവർത്തന വികസനങ്ങളിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ഇപ്പം BJPക്കെതിരെ പ്രതിപക്ഷം ഇറങ്ങിയിട്ടുണ്ട്. അയോധ്യ നിർദ്ദയമായി കൊള്ളയടിക്കപ്പെട്ടെന്ന് SP നേതാവ് IP സിംഗ് ആരോപിച്ചു. അയ്യേ, നാണില്ലേ ഇങ്ങനെ കള്ളപ്പേര് കേൾക്കാനായിട്ട്? മോശമുണ്ട്. ഈ ചെയ്തു കൂട്ടിയതിന്റെ ബലങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ രാമൻ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും അയോധ്യയിലേക്കുള്ള യാത്രക്കാരില്ലാത്ത കാരണം വിമാന സർവീസും ട്രെയിൻ സർവീസും ബസ് സർവീസും ഒക്കെ ഒന്ന് വെട്ടിക്കുറച്ചു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. എന്തായിരുന്നല്ലേ അയോധ്യയിൽ ഉദ്ഘാടന ദിവസം ജനത്തിരക്ക്. BJPക്ക് നീതി കൂടുതൽ എന്ത് വേണമല്ലേ, കിട്ടാനുള്ളതൊക്കെ കിട്ടി അങ്ങ് നല്ലോണം ബോധിച്ചിട്ടുണ്ട്.